വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് യൂണിറ്റ് ബേസ് ആയിട്ട് നോക്കാം. ഒന്നാമത്തേത്, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തേത്, സസ്യങ്ങൾ എപ്പോഴും ഓക്സിജൻ മാത്രമാണോ പുറത്തുവിടുന്നത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. എന്താണ് ആൻസർ? അല്ല. ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി സസ്യങ്ങൾ എപ്പോഴും ഓക്സിജൻ മാത്രമല്ല പുറത്തുവിടുന്നത് എന്ന്. രണ്ടാമത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണം രാത്രി സാധ്യമാണോ, എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. സാധ്യമാണോ? രാത്രിയിൽ സൂര്യപ്രകാശം ഇല്ലാത്തതിനാൽ പ്രകാശ സംശ്ലേഷണം സാധ്യമല്ല. മൂന്നാമത്തെ ചോദ്യം, രാത്രിയിലും പകലും സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളിലും നടക്കുന്ന പ്രവർത്തനം എന്താണ്? ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. രാത്രിയിലും പകലും സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളിലും നടക്കുന്ന പ്രവർത്തനം എന്താണ്? സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളിലും പകലും രാത്രിയും ശ്വസിക്കുന്നു. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയുമാണ് എല്ലാവരും ചെയ്യുന്നത്. അടുത്തൊരു ചോദ്യം, അർദ്ധപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് അടുത്തൊരു ചോദ്യം. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെയാണ് നമ്മൾ അർദ്ധപരാദങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണമാണ് ഇത്തിൽക്കണ്ണി. ഇനി ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാദങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണമാണ് മൂടില്ലാത്താളി. അപ്പോൾ നിങ്ങൾ ഈ ഉദാഹരണങ്ങളെല്ലാം ഒന്ന് പഠിച്ചു വെക്കണം. ചിലപ്പോൾ ചിത്രം തന്നിട്ട് ഇത് ഏതാണെന്ന് ചോദിക്കാനും സാധ്യതയുണ്ട്. ഇനി അർദ്ധപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്കറിയാം ഇത്തിൽക്കണ്ണി ഒരു മാവിലുണ്ടെങ്കിൽ ആ മാവിന് ദോഷമാണെന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് മൂടില്ലാത്താളിയും. ഇനി ശവോപജീവികൾ എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളെയാണ് നമ്മൾ ശവോപജീവികൾ എന്ന് പറയുന്നത്. ഉദാഹരണമാണ് റൊട്ടിയിൽ വളരുന്ന പൂപ്പലുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിന് മറ്റൊരു ഉദാഹരണങ്ങൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇയോട്ടിയ, മോളോട്രോപ്പ, കൂണ്, ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം, താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. ഇതും ചിലപ്പം ചിത്രം തന്നിട്ട് ചിത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയാറുണ്ട്. ഇത് ഏത് വേരുകളിൽ പെടുന്ന സസ്യങ്ങളാണ്, സസ്യങ്ങളുടെ പേരുകളും വേരുകളും എഴുതാൻ പറയാറുണ്ട്. അപ്പോൾ ജലവും ലവണവും വലിച്ചെടുക്കാൻ മാത്രമല്ല സസ്യങ്ങളെ താങ്ങി നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുന്നു. മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും എന്ന് പറയുന്നത്. പേരാലിൽ കാണുന്ന താങ്ങുവേരുകളാണ് ഇവ. മുകളിലേക്ക് ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നവയാണ്. എന്നാൽ കൈതയിലെ വേരുകൾ എന്ന് പറയുന്നത് തണ്ടിൽ നിന്നും താഴേക്ക് വരുന്നതാണ്. ഇത്തരം വേരുകളെയാണ് നമ്മൾ പൊയ്ക്കാൽ വേരുകൾ എന്ന് പറയുന്നത്. ഇനി കണ്ടൽ ചെടികൾ എന്ന് പറയുന്നത് എന്താണ്? കണ്ടൽ ചെടികൾ സംരക്ഷിക്കേണ്ടതുണ്ടോ, എന്താണ് അതിൻ്റെ ആവശ്യകത എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ എന്ന് പറയുന്നത്. ഇവയുടെ വേരിൻ്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾക്ക് ശ്വസന വേരുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യം നോക്കൂ. ചക്ക മുറിക്കുമ്പോൾ കത്തിയിൽ ഒട്ടിപ്പിടിക്കാൻ അരക്ക് വീതം ചെയ്യാൻ മണ്ണെണ്ണ ഉപയോഗിക്കുന്നു. മണ്ണെണ്ണയുടെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്? നമുക്കറിയാം ചക്ക മുറിച്ചു കഴിഞ്ഞാൽ അതിൽ ആ ഒരു മുളഞ്ഞി ഇരിക്കും അല്ലേ. അപ്പോൾ എന്തിനാണ് നമ്മൾ മണ്ണെണ്ണ ഉപയോഗിക്കുന്നത്? ഇവിടെ ഇത് നീക്കം ചെയ്യാനും മണ്ണെണ്ണ ഒരു ലായകമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അരക്ക് മണ്ണെണ്ണയിൽ ലയിക്കുന്നു. അതിനാൽ അരക്ക് കത്തിയിൽ നിന്ന് എളുപ്പം നീക്കം ചെയ്യാൻ കഴിയും. അരക്ക് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിലും പല പേരുകളിലാവും അറിയപ്പെടുക. മുളഞ്ഞി, വിളഞ്ഞി, അങ്ങനെ പല പേരുകളിലും അറിയാറുണ്ട്. എന്താണ് സംഭവം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി എന്താണ് ഒരു ലായനി എന്ന് പറഞ്ഞാൽ? ഒരു ലായകത്തിൽ ലീനം ലയിച്ചുണ്ടാകുന്ന ലായനി. ഉദാഹരണം പഞ്ചസാരയിൽ പഞ്ചസാരയാണ് ലീനം, ജലം എന്ന് പറയുന്നത് അവിടെ ലായനിയാണ്. ഇനി എന്തുകൊണ്ടാണ് ജലത്തെ സാർവിക ലായകം എന്ന് വിളിക്കുന്നത്? കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം. അതുകൊണ്ട് ജലത്തെ നമ്മൾ സാർവിക ലായകം എന്നാണ് വിളിക്കുന്നത്. മറ്റൊരു ചോദ്യം, സോഡാ കുപ്പി തുറക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുക? എന്താണ്? സോഡാ കുപ്പി തുറക്കുമ്പോൾ നമുക്ക് അവിടുന്ന് വാതക കുമിളകൾ നമുക്ക് കാണാൻ കഴിയും. അതിന് കാരണം സോഡാ വെള്ളത്തിൽ ലയിച്ച കാർബൺ ഡൈ ഓക്സൈഡാണ് കാരണം എന്ന് പറയുന്നത്. ഇനി ഓരോ ലായനിയെയും ലായകവും ലീനവും വേർതിരിച്ച് എഴുതാനും പറയാറുണ്ട്. അപ്പോൾ പഞ്ചസാര വെള്ളമാണെങ്കിൽ അവിടെ ലീനം എന്ന് പറയുന്നത് പഞ്ചസാരയാണ്, ലായകം എന്ന് പറയുന്നത് ജലമാണ്. ഉപ്പ് വെള്ളമാണെങ്കിൽ ഉപ്പ് ആണ് ലീനം, ലായകം ജലമാണ്. സോഡാ വെള്ളത്തിൽ ലീനം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ലായകം എന്ന് പറയുന്നത് ജലവുമാണ്. പൊട്ടാസ്യം പെർമാഗ്നേറ്റിലും അങ്ങനെ തന്നെയാണ്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ് ലീനം, ലായകം എന്ന് പറയുന്നത് ജലമാണ്. ഇനി തുരിശ് ലായനിയിൽ കോപ്പർ സൾഫേറ്റ് ആണ് ലീനം, ലായകം എന്ന് പറയുന്നത് ജലമാണ്. ഓക്കെ,
ഇനി ചക്ക അരക്ക് ജലത്തിൽ അലിയോ ഇല്ല. അവിടെയാണ് നമ്മൾ മണ്ണെണ്ണ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മണ്ണെണ്ണ വെളിച്ചെണ്ണ ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അടുത്തൊരു ചോദ്യം, ജലാശയങ്ങൾ മലിനമാകുന്നത് എങ്ങനെ തടയാം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ജനറലായിട്ട് നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജലാശയങ്ങൾ മലിനമാക്കുന്നത് ഒഴിവാക്കുക, മാലിന്യം നീക്കം ചെയ്ത് എല്ലാ ജലാശയങ്ങളും വൃത്തിയാക്കുക, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കുക, മത്സ്യമാംസ മാർക്കറ്റുകളിൽ നിന്ന് മാലിന്യം ജലാശയങ്ങളിൽ തള്ളുന്നത് ഒഴിവാക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജലാശയങ്ങൾ മലിനമാക്കുന്നത് ഇല്ലാതാക്കാൻ സാധിക്കും. ഇനി ജലാശയങ്ങൾ മലിനമാകുന്നത് എങ്ങനെയാണ്? ഈ പുഴയിൽ വാഹനങ്ങൾ കഴുകുന്നതും കന്നുകാലി കഴുകുന്നതും, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളിൽ എറിയുന്നത്, ഫാക്ടറികളിൽ നിന്നുള്ള മലിനജലം ഒഴുക്കിവിടുന്നത്, കൃഷിയിടങ്ങളിലെ കീടനാശിനികൾ, ഇതൊക്കെ കൂടി നമുക്ക് ജലാശയങ്ങൾ മലിനമാവാൻ കാരണമാകാറുണ്ട്. ഇനി ദൈനംദിന ജീവിതത്തിൽ വസ്തുക്കളുടെ സുതാര്യതയും അതാര്യതയും നാം എങ്ങനെ പ്രയോജനപ്പെടുത്തും? ഇപ്പോൾ മിനറൽ വാട്ടർ ബോട്ടിലുകൾ, കണ്ണാടികൾ, ട്യൂബ് ലൈറ്റുകൾ എന്നിവ നിർമ്മിക്കാൻ സുതാര്യമായ വസ്തുക്കൾ ആവശ്യമാണ്. അഥവാ ചൂട്, പ്രകാശം, സൂര്യപ്രകാശം, അൾട്രാ വയലറ്റ് രശ്മികൾ എന്നിവയെ അകറ്റി നിർത്താൻ അതാര്യമായ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, വായു, ഗ്ലാസ് കഷ്ണങ്ങൾ മുതലായവ അതാര്യമായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക? അവിടെ മങ്ങിയ കാഴ്ചയായിരിക്കും ഉണ്ടാവുക. ഇനി ഭൂമി സുതാര്യമായിരുന്നെങ്കിലോ? ഭൂമിയിൽ രാത്രി ഉണ്ടാവുമായിരുന്നില്ല, കാരണം ഫുൾ ടൈം വെളിച്ചമായിരിക്കും ഉണ്ടാവുന്നത്. ദൈനംദിന ജീവിതത്തിൽ അതാര്യമായ വസ്തുക്കളുടെ ഉപയോഗവും ആവശ്യവും, വാതിലുകൾ, ചുവരുകൾ, പേപ്പർ, വസ്ത്രങ്ങൾ, ഇതൊക്കെ അതാര്യമായ വസ്തുക്കളാണ്. ഇനി ചന്ദ്രനും ഭൂമിയും ആധാര്യമായതുകൊണ്ടാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും സംഭവിക്കുന്നത്. എന്താണ് ദീപുവിൻ്റെ അഭിപ്രായം? നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനോട് യോജിക്കുന്നുണ്ട്, കാരണം ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുമ്പോഴാണ് അവിടെ സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. ഓക്കെ, ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുമ്പോഴാണ് അവിടെ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. അതാര്യമായ വസ്തുക്കൾക്ക് മാത്രമേ നിഴലുകൾ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഉണ്ടാവുന്നത്. ഇനി ഗ്രഹണ നിരീക്ഷണം അപകടകരം. ഗ്രഹണവുമായി ബന്ധപ്പെട്ട ഒരു പത്രത്തിൽ വന്ന വാർത്തയുടെ തലക്കെട്ടാണിത്. ഈ വാർത്ത ഏത് ഗ്രഹണവുമായി ബന്ധപ്പെട്ടതാണ്? ഗ്രഹണം സുരക്ഷിതമാക്കി കാണാനുള്ള വഴികൾ നിർദ്ദേശിക്കണം. ഇത് സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സൂര്യഗ്രഹണം നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത്? സൂര്യ ഫിൽറ്ററുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പ്രതിപതന രീതിയോ പ്രക്ഷേപണ രീതിയോ ഉപയോഗിച്ചോ സുരക്ഷിതമായ മാർഗങ്ങളിലൂടെ മാത്രമേ സൂര്യഗ്രഹണം നിരീക്ഷിക്കാവൂ. ഗ്രഹണം കാണാൻ സൗരകണ്ണട ഉപയോഗിക്കാം, അല്ലെങ്കിൽ എക്സ്റേ പോലെയുള്ള വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാം. അടുത്തൊരു ചോദ്യം, വിത്ത് വിതരണത്തിൻ്റെ ആവശ്യകത എന്ത്? ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണു മുളക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരുന്നതിന് ആവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാൽ വിത്തുക്കളുടെ പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതുമൂലം ഒരു സസ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാൻ സാധിക്കുന്നു. ഇനി കാശിത്തുമ്പയിലും മഹാഗണിയിലും വിത്ത് വിതരണം ഒരേ രീതിയിലാണോ നടക്കുന്നത്? കാശിത്തുമ്പയിൽ എങ്ങനെയാണ്? ഫലങ്ങൾ പൊട്ടിത്തെറിച്ചാണ്. ഇനി മഹാഗണിയിലാണെങ്കിൽ കാറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇനി ചില കെട്ടിടങ്ങളിൽ മുകളിൽ ആലിൻ തൈകൾ മുളച്ചു വളരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആലിൻ്റെ വിത്ത് എങ്ങനെയായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടാവുക? പക്ഷികൾ ആൽമരത്തിൻ്റെ ഫലങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ വിത്തുകൾ കഴിക്കാനിട വരുന്നു. ഇങ്ങനെ കഴിക്കുന്ന വിത്തുകൾ പക്ഷികളുടെ വിസർജ്യത്തിലൂടെ കൂടി പുറത്തു വരുന്നു. അവ വീഴുന്ന സ്ഥലങ്ങളിൽ അത് മുളക്കാൻ ചാൻസ് ഉണ്ട്. ഇനി വെണ്ട വിത്ത് ആഴത്തിൽ നട്ടാൽ മുളക്കില്ലെന്ന് രമേശ് പറഞ്ഞു. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ട്. കാരണം വെണ്ടയുടെ വിത്ത് മുളക്കുന്നത് വായുവും അനുകൂലമായ താപനിലയും ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ആഴത്തിൽ നട്ടു കഴിഞ്ഞാൽ അതിന് ഒരിക്കലും വായു കിട്ടില്ല, അതുകൊണ്ട് അത് മുളക്കാനുള്ള ചാൻസ് ഇല്ല. മറ്റൊരു ചോദ്യം, വിറകടുപ്പിലേക്ക് കുഴൽ ഉപയോഗിച്ച് ഊതുന്നത് എന്തുകൊണ്ടാണ്? വിറക് കത്തിക്കാൻ ഓക്സിജൻ ആവശ്യമാണ്. അടുപ്പിലേക്ക് കുഴൽ ഉപയോഗിച്ച് ഊതുമ്പോൾ അവിടെ ഓക്സിജൻ ലഭ്യമാവുകയും അടുപ്പ് ശരിയായ രീതിയിൽ കത്തുകയും ചെയ്യും. ഇനി നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ മേശപ്പുറത്ത് ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുക. ഒരു ചില്ല് ഗ്ലാസ് കൊണ്ട് മൂടി വെക്കുക. അതാണ് പരീക്ഷണം. ഇവിടെ മെഴുകുതിരി ജ്വാലയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? അവിടെ മെഴുകുതിരി ജ്വാല കെടും, കാരണം അവിടെ ഓക്സിജൻ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് അണഞ്ഞത്. അടുത്തൊരു ചോദ്യം, ഇന്ധനങ്ങൾ ഉൾപ്പെടെ ഏതൊരു വസ്തുവും കത്താൻ വായു ആവശ്യമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ വിറകടുപ്പിൽ ഊതുമ്പോൾ തന്നെ പറഞ്ഞു, കത്താൻ ഓക്സിജൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വസ്തു കത്താനും വായു ആവശ്യമാണ്. ഇന്ധനങ്ങൾക്കും കത്താൻ വായു വേണം. വായുവിലെ ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്നത്. ഇന്ധനങ്ങൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജം പുറത്തുവിടുന്നത്. നമ്മുടെ ശരീരത്തിലും ആഹാരം ഓക്സിജനുമായാണ് പ്രവർത്തിച്ച് ഊർജം പുറത്തുവിടുന്നത്.
ഇനി വിറകടുപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആവശ്യത്തിൽ കൂടുതൽ വിറക് അടുപ്പിൽ കുത്തി നിറയ്ക്കരുത്, കാരണം അവിടെ ഓക്സിജൻ ഇല്ലാതാവും. അതുപോലെ വായു സഞ്ചാരം ഉറപ്പാക്കണം. വിറക് ചെറിയ കഷ്ണങ്ങളാക്കി അടുപ്പിൽ വെക്കണം. വിറക് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണം. ദിവസവും അടുപ്പ് വൃത്തിയാക്കണം. മാസത്തിലൊരിക്കൽ പുകക്കുഴൽ വൃത്തിയാക്കണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ കൂട്ടുകാരെ ഇതെല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.